എന്താ ഇവിടെ? ഞാൻ ഫാദറിനെ ഒന്ന് കാണാൻ വന്നതാ. വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. ഇരിക്കൂ. പത്മാവതി ഇപ്പൊ ഇവിടെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ ഹസ്ബൻഡ് ഇവിടെ ഒരു ബംഗ്ലാവ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോ കുറച്ചു ദിവസം ഇവിടെ വന്ന് താമസിക്കാമെന്ന് കരുതി. ഓ, ആ, ഡോക്ടർ ജയദേവൻ എന്ത് പറയുന്നു? അയാൾക്ക് സുഖമല്ലേ? കൊല്ലങ്ങളായി അയാളെ കണ്ടിട്ട്. എന്താ പത്മാവതി? ജയേട്ടൻ മരിച്ചിട്ട് 3 കൊല്ലമായി. ഒരു കാർ ആക്സിഡന്റിൽ. ഓ ജീസസ്. ഫാദർ, ഞാൻ വന്നത്. പത്മാവതി വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പാസ്റ്റ് അറിയാവുന്ന എന്നെ കണ്ടപ്പോ പത്മാവതിയുടെ ഹസ്ബൻഡ് ഒരിക്കലും പഴയ കഥകളൊന്നും അറിയാനിട വരില്ല. ഫാദർ, എന്റെ ഭർത്താവിനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. എന്റെ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി വളർത്താനും അദ്ദേഹം തയ്യാറായിരുന്നു. ദൈവം നിശ്ചയിച്ച ഒന്നും മനുഷ്യൻ തിരുത്താനാവില്ല. പത്മാവതി, നിന്റെ സഹോദരന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു വൈദികൻ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാൻ ചെയ്തത് ശരിയാണെന്ന് എന്റെ മനസാക്ഷി പറയുന്നു. ദൈവത്തിന്റെ ഇംഗിതം അങ്ങനെയായിരുന്നിരിക്കും. ഫാദർ എന്താ പറയുന്നത്? മരിച്ചുപോയി നീ വിശ്വസിക്കുന്ന നിന്റെ കുഞ്ഞ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഫാദർ, പ്രസവത്തിൽ നിന്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് നിന്റെ ചേട്ടൻ കള്ളം പറഞ്ഞതായിരുന്നു. ആ കുഞ്ഞിനെ ആരുമറിയാതെ നിന്റെ ചേട്ടൻ ഈ അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കി. ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന അനിയത്തിയുടെ ഭാവിക്ക് വേണ്ടിയാണ് അന്ന് ഡോക്ടർ ജയദേവൻ ഇങ്ങനെ ചെയ്തത്. ഫാദർ, എന്റെ മോൻ. പത്മാവതിയുടെ മകൻ ഈ നാട്ടിൽ തന്നെയുണ്ട്. ആരാണ് ഫാദർ? പത്മാവതി അറിയും, രാജു. രാജു? രാജുവിനെ ഞാനാണ് അവന്റെ അമ്മയെന്ന് അറിയാമോ ഫാദർ? ഇന്നലെ വരെ അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പോ അറിയാം. എനിക്ക് എന്റെ മോനെ കാണണം. എനിക്ക് എന്റെ മോനെ കാണണം. എടാ മോനെ, നീ ഇരുട്ട് വീഴാൻ തുടങ്ങുമ്പോ എവിടെ പോവുക? എനിക്കൊരാളെ കാണാനുണ്ട് മാമ. ആരെയാ? ഞാൻ വേഗം വരാം. എന്താ? രാജുവിന്റെ വീടല്ലേ ഇത്? അതെ. രാജു ഉണ്ടോ ഇവിടെ? എന്തിനാ? ഇനിയും അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടികൊള്ളിക്കാനാണോ? നിങ്ങളുടെ മോനായ എന്റെ മോളെ കൊന്നത്. എന്നിട്ട് ആ കുറ്റം എന്റെ രാജുവിന്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ നിങ്ങളുടെ ശ്രമം? നിങ്ങളൊക്കെ വലിയ ആളുകൾ, പോലീസും പട്ടാളവും ഒക്കെ നിങ്ങളുടെ സ്വൽപ്പടിക്ക് നിൽക്കും. പക്ഷേ എന്റെ രാജുവിന് എന്തെങ്കിലും സംഭവിച്ച ഈ പൊന്നയ്യനെ നിങ്ങൾക്ക് അറിയില്ല. കുത്തി മലത്തി കളിയല്ലാത്രേ, അറിയാമോ? നീ എന്തിനത്ര വിഷമിക്കുന്നത്? ആ ഗൈഡ് രാജുവിന്റെ കാര്യമല്ലേ? ആ കാര്യത്തിൽ പേടിക്കണ്ട. അവന്റെ കയ്യും കാലും തല്ലി ഒടിച്ച് ഇവിടുന്ന് ഓടിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. അങ്ങനെ ഓടിപ്പോവാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഭീരമൊന്നുമല്ല അവൻ. പോരെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ ഇൻസ്പെക്ടർ ദിനേശും ഉണ്ട്. പിന്നെ എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? അവനെ തട്ടണോ? അതിന് വഴി ഉണ്ടാക്കാം. ചുമ്മാ വാചം അടിക്കാതെ നടക്കുന്ന കാര്യം വല്ലോണ്ടേ പറ. നീ ഞങ്ങളെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്?
അതിനെ പറ്റി പാർട്ടിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവനെ തല്ലിക്കൊന്ന് സൂയിസൈഡ് പോയിന്റ് കൊണ്ട് എറിഞ്ഞാൽ ഒരു കുഞ്ഞു പോലും അറിയാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം, പണച്ചെലവുണ്ട്. പണം ഒരു പ്രശ്നമല്ല, പക്ഷെ സൂക്ഷിക്കണം. അളിയാ ഇങ്ങോട്ട് നോക്ക്. നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് വയ്ക്കൂ. നാളെ രാവിലെ എണീക്കുമ്പോ ഒരു ഹാപ്പി ന്യൂസ് കേൾക്കാം. ഗൈഡ് രാജു സൂയിസൈഡ് പോയിന്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നുവെന്ന്. എന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയ ഒരമ്മയുടെ ശാപം നിനക്ക് എന്നും ഉണ്ടാവും. തലവേദനയ്ക്ക് കുറവില്ലേ മോളെ? അങ്കിൾ വന്നില്ലേ? അങ്കിൾ ഇപ്പൊ വരും. ആന്റി ഈ മരുന്ന് കഴിക്കും. ആ വിനോട്ടം വന്നെന്നാ തോന്നുന്നത്. ഹലോ, വിനോദ് സ്പീക്കിംഗ്. ഞാനാണ് അജിത്. നിങ്ങൾ ഇതുവരെ പോയില്ലേ? എല്ലാവരും എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അവർ 25,000 രൂപയാണ് ചോദിക്കുന്നത്. രൂപ എത്ര വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഒരു കാര്യം, നമ്മളാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഒരു കുഞ്ഞു പോലും അറിയരുത്. നീ ഒന്നും പേടിക്കണ്ട. ഈ രാത്രിയോടെ ഗൈഡ് രാജുവിന്റെ ചാപ്റ്റർ ക്ലോസ്. എന്താ വെച്ചേ? രാജു എവിടെ? ഇല്ല, എന്താ കാര്യം? രാജുവിന് അപകടമാണ്. ഞാനൊരു സത്യം പറഞ്ഞാൽ എന്നെ വെറുക്കരുത്. എന്നോടുള്ള സ്നേഹത്തിനും കുറവ് വരരുത്. നിന്നെ വെറുക്കാനോ? ഇത്രയും കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ പത്മ. ഞാൻ അങ്ങയോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ് മരിച്ചു പോയെന്നാണ് ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത്, എന്നെ വിശ്വസിപ്പിച്ചിരുന്നത്. ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്റെ മോൻ. അതിന് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞിട്ടില്ലേ, ആ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ അവനെ ഞാൻ എന്റെ മകനെ പോലെ വളർത്തുമെന്ന്. ആ കുട്ടി ആരാണ്? അവനിപ്പോ എവിടെയുണ്ട്? പറയൂ പത്മം. രാജു. രാജു? ഗോഡ് ഈസ് ഗ്രേറ്റ്. എന്നോട് ക്ഷമിക്കും. പിന്നു നിമ്മീതറിഞ്ഞ എന്നെ വെറുക്കൂല്ലേ? എന്തിന്? എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അവർക്കും അത് സാധിക്കും. നാളെ രാവിലെ എണീക്കുമ്പോ ഒരു ഹാപ്പി ന്യൂസ് കേൾക്കാം. ഗൈഡ് രാജു സൂയിസൈഡ് പോയിന്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നുവെന്ന്.
ആഹാ, നീ ഇവിടെ ഇരിക്കായിരുന്നു. ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് വരികയായിരുന്നു. എന്താ കാര്യം? ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കാണാൻ പോണം. ഈ രാത്രിയിലോ? എന്താ രാത്രി കണ്ട ശരിയാവില്ലേ? ഈ രാത്രി ഞാൻ വരില്ല. നിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞങ്ങൾ നോക്കട്ടെ. എണീക്കണം. നീ എന്റെ മോളെ കൊന്നു. ഇനി നിനക്ക് എന്റെ മോനെയും കൊല്ലണം അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കൂ. രാജുവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നത്. കള്ളം പറഞ്ഞിട്ട് നീ രക്ഷപ്പെടാൻ നോക്കണ്ട. നിന്നെ ഞാൻ കൊല്ലുവിടാം. പൊന്നെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ചേട്ടാ, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഫാദർ ഫെർണാണ്ടസ് എല്ലാ വിവരവും മമ്മിയോട് പറഞ്ഞു. ഞാനാണ് ചേട്ടനെ കൊല്ലാൻ ആളയച്ചത്. എന്നോട് ക്ഷമിക്കൂ ചേട്ടാ.